അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ കൃത്യമായിട്ട് ചിന്തിക്കുക. കൃത്യമായിട്ട് ചിന്തിക്കുന്നത് കൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്തായാലും ബാക്കി പറയാം. ഇവിടെ കാലത്തിന്റെ മുഹിയദ്ദീന്മാരായി കടന്നു വരുന്ന അതാത് കാലഘട്ടത്തിൽ ദീന് കൈകാര്യം ചെയ്യുന്ന ആളുകൾ എല്ലാ കാലത്തും ഉണ്ടാവും. ആ മുഹിയദ്ദീന്മാരാകുന്ന മശായിഖിനെ അംഗീകരിച്ച് ഇവിടെ ജീവിക്കുക. അങ്ങനെ ജീവിക്കുമ്പോഴോ അതിന് തകരാറ് വരൂല. അപ്പൊ അണക്ക് മൊത്തം തകരാറാണല്ലോ, അതുകൊണ്ട് ജയ്പ്പെട്ടതല്ല. എന്തായാലും ബാക്കി പറയാം. അതാണ് ഇവിടെയുള്ള എല്ലാ ഉലമാഉം സ്വീകരിച്ചത്. ബഹുമാനപ്പെട്ട ഇമാമുൽ ആലം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു മഹാനവർകൾ അവിടെ നിന്ന് പറഞ്ഞില്ല ഞാൻ അതിബാഉൽ ഖുലൂബാണ്, ഞാൻ അമ്പിയാക്കളുടെ വാരിസാണ്, ഞാൻ എന്റെ കുട്ടികൾക്ക് ശൈഖാണ്, ഞാൻ വലിയ ആളാണ് എന്ന് ഇമാമുൽ ആലം തങ്ങൾ പറഞ്ഞില്ല. അക്കാലഘട്ടത്തിലെ അഹ്ലുള്ളയാകുന്ന മഹാനരായ ശൈഖ് ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ മുമ്പിൽ നമ്ര ശിരസ്കനായി അഹ്ലു കിതാബാകുന്ന ഇമാമുൽ ആലം അബൂ ഹനീഫത്തുൽ കൂഫി. അപ്പൊ ഇതൊക്കെ മഹാന്മാരുടെ ചരിത്രമാണ് അല്ലെ. അപ്പോ ഇനി ഞാൻ ഷെയ്ഖാണെന്ന് പറഞ്ഞ ഒരാളുണ്ട്, ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ഒരാളാണ്. അയാളെ നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? അന ഷെയ്ഖുൻ അന വലിയ്യുൻ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. നമുക്കത് കേട്ടോക്കിയാലോ? أنا شيخ وولي وصالح وإمام وأنا الجيلي أنا الجيلي محي الدين اسمي وأعلامي. അപ്പോ ഇയാള് ഷെയ്ഖാണ്, ഇയാളെ അംഗീകരിക്കുന്നുണ്ടല്ലോ അല്ലെ. അന ഷെയ്ഖുൻ അന വലിയ്യുൻ എന്നൊക്കെ പറഞ്ഞ ആളെ അല്ലെ. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാൻ കേട്ടോ, ഇത് നമ്മൾ നല്ലോണം ചിന്തിക്കുന്നതുകൊണ്ടാണ് ഇയാളെ ഷെയ്ഖായിട്ട് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. എന്താ കാരണം അറിയും? ഇയാൾക്ക് ഷെയ്ഖിന് വേണ്ട ഒരു ലക്ഷണങ്ങളും ഇല്ല. അതന്നെ അത് ഇപ്പൊ അടുത്ത കാലത്ത് പറ്റ പൊളിഞ്ഞില്ലേ അല്ലെ. കുറെ വീഡിയോ ഒക്കെ വന്നിരുന്നു അല്ലെ, പലയിടത്തുനിന്നും വിട്ടിട്ട് എടുത്ത കാരണം പല ആൾക്കാർക്ക് ഇതിനെ കേസോ കൊടുത്തില്ല നമ്മള്. അപ്പൊ അതൊരു മുറബിയ ഷെയ്ഖിന് ചേർന്നതല്ലാന്ന് നൗഷാദ് തന്നെ പറയുന്നുണ്ട്. ഒക്കെപ്പാടെ നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റായിട്ട് അല്ലെ. മുറബിയ ഷെയ്ഖ് അല്ല, അങ്ങനെ നടത്താൻ പറ്റൂല എന്നുള്ളത്. അപ്പൊ ഇയാള് ഏതായാലും നമ്മളാരും അംഗീകരിക്കുന്നില്ല, പക്ഷെ ഇയാൾ അംഗീകരിക്കുന്നുണ്ടല്ലോ അല്ലെ. പക്ഷെ എങ്കില് ഇയാളെ ഉൾക്കൊള്ളുന്നുണ്ടോ? ഇയാൾ പറഞ്ഞ കേൾക്കുന്നുണ്ടോ? എവിടെ അല്ലെ? ഇതും കേൾക്കണില്ല. ഞാനേ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു പ്രസംഗത്തിൽ ഒരു കാര്യം പറഞ്ഞു. ഇന്നല്ല കേട്ടോ, ഇതിന് മുന്നേ പ്രസംഗിച്ചില്ല അന്ന്. അതിനത് കേൾപ്പിച്ചേരാം കുഞ്ഞാമോ. സുന്നി വിരുദ്ധാശയ എല്ലാ കറാമത്തും പറയാൻ പാടില്ല എന്നത് സുന്നി വിരുദ്ധതയാണ്. ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന കറാമത്ത് മാത്രമേ പറയാൻ പറ്റൂ. സുന്നി വിരുദ്ധതയാണ്. സോഷ്യൽ മീഡിയ ഉള്ള കാലാണ്, അതുകൊണ്ട് ആളുകൾ ട്രോളും. സൂക്ഷിച്ചേ പറയാവൂ. ആദർശ വിരുദ്ധതയാണ് ഈ വിളമ്പുന്നത്. ഇത് ഞങ്ങൾ പറയുമ്പോ അതിന് ആദർശപരമായി നേരിടടോ. ആൺകുട്ടികളാണെങ്കിൽ ആദർശപരമായിട്ട് നേരിട്. അതിനെന്താ? അതിന് ഞങ്ങൾ മരിച്ച വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഗുണ്ടായിസം കാണിക്കല പണി. അത് നടക്കൂല. ഗുണ്ടായിസം നടത്തല പണി എന്ന് വെച്ചിട്ട് പറയാം, അത് നടക്കൂല. അപ്പൊ നിങ്ങൾ തന്നെയല്ലേ ഗുണ്ടായിസം നടത്തിയത് നടന്നു എന്ന് പറയുന്നത്. നിങ്ങളവിടെ കയറാൻ പറ്റാതെ ഓടിയെന്ന് പറഞ്ഞില്ലേ, അതൊക്കെ നിങ്ങളെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും. പിന്നെ വേറൊരു കാര്യം പറഞ്ഞല്ലോ അല്ലെ. അപ്പോ എന്താണ് കറാമത്ത് പറയാൻ പാടില്ല എന്ന് പറഞ്ഞു. അതന്നെ എന്റെ വലിയ പ്രശ്നം അല്ലെ. ഇപ്പൊ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണല്ലോ അല്ലെ, കറാമത്ത് പറയാൻ പാടില്ല എന്ന്. പിന്നെ എപിക്കാർ പറഞ്ഞു എല്ലാ കറാമത്തും പറയാൻ പാടില്ല. ഇതല്ല എന്റെ മെയിൻ പ്രശ്നം. ഇപ്പൊ കഴിഞ്ഞ പ്രസംഗത്തിൽ ഇത് തന്നെ പറഞ്ഞത്. ഈ വിഷയത്തിൽ എന്റെ കോമാടന്റെ നിലപാടെന്താ? കോമാടനെ ഒരു പ്രസംഗം നടത്തിയിരുന്നു, ഞങ്ങൾ യൂട്യൂബിൽ നിന്ന് മുക്കിയത്. അന്ന് ഞാൻ അത് വെച്ചിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയിൽ ഞാനത് കേൾപ്പിക്കുന്നുണ്ട്. ആ ഭാഗം ഞാൻ ഇവിടെ ഒന്ന് കേൾപ്പിച്ചു തരാം, എന്നാ കേട്ടോ. ഓരോ പാട്ടും ഓരോ പറച്ചിലും ഒക്കെ അതിനൊരു പ്രത്യേകത ഉണ്ട്. ഇപ്പൊ ഷെയ്ഖുനാന്റെ വലിയ വലിയ ലോകങ്ങളും സംഭവങ്ങളും ഉണ്ട്. അതൊക്കെ ഇപ്പൊ നമ്മൾ പൊതുവായിട്ട് ഇങ്ങനെ എല്ലാവരും ഇടയിൽ വിളിച്ച് പറയേണ്ടതല്ല. അതെല്ലാം അതിനനുസരിച്ചിട്ട് ഒരുമിച്ച് കൂടുന്ന ഒരു സദസ്സിൽ ഖാസായിട്ടുള്ള പ്രത്യേകം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതാണ്. ഓരോ പാട്ടും ഓരോ പറച്ചിലും ഒക്കെ അതിനൊരു പ്രത്യേകത ഉണ്ട്. ഷെയ്ഖുനാന്റെ വലിയ വലിയ ലോകങ്ങളും സംഭവങ്ങളും ഉണ്ട്. അതൊക്കെ ഇപ്പൊ നമ്മൾ പൊതുവായിട്ട് ഇങ്ങനെ എല്ലാവരും ഇടയിൽ വിളിച്ച് പറയേണ്ടതല്ല. അതെല്ലാം അതിനനുസരിച്ചിട്ട് ഒരുമിച്ച് കൂടുന്ന ഒരു സദസ്സിൽ ഖാസായിട്ടുള്ള പ്രത്യേകം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതാണ്. ഇതുപോലെ ചില ഇത് AP വിഭാഗത്തിന്റെ ആൾക്കാർ എല്ലായിടത്തും പറയാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോ അത് കറാമത്ത് എന്ന് പറഞ്ഞു. അതാണ് ഈ മശായിക്കന്മാരെ ലോകം, ഓരോ ചരിത്രങ്ങൾ ഇതൊക്കെ അല്ലെ. എല്ലായിടത്തും പറയാൻ പറ്റില്ല എന്ന് ആരും ഇവിടെ പറഞ്ഞു. എന്റെ കോമാടനും പറഞ്ഞു. ഈ വിഷയത്തില് എന്റെ ഈ മുറബിയ ഷെയ്ഖാണെന്ന് പറയുന്നുണ്ട് ഈ കോമാടൻ അല്ലെ. അന ഷെയ്ഖുൻ അന വലിയ്യുൻ എന്ന് പറയുന്ന ഈ ആളെ ജി അംഗീകരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഈ ഒരു കാര്യം ഇയാൾ പറഞ്ഞത് ജി അംഗീകരിക്കുന്നുണ്ടോ? അങ്ങനെ അംഗീകരിക്കുകയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് AP വിഭാഗം അത് പറഞ്ഞപ്പോ അതിനെ ജി രീതിയിൽ പറഞ്ഞു? മറുപടി എടുക്ക് കുഞ്ഞാമതെ. അടുത്ത പ്രസംഗത്തിൽ മറുപടി പ്രതീക്ഷിക്കുന്നു. ജി മുണ്ടൂല. എന്താണ് ബാക്കി പറയാനുള്ളത്? നമുക്കൊന്ന് കേട്ടോ. നിങ്ങൾ എന്ത് തൊട്ടാലും നിങ്ങൾ കുടുങ്ങുള്ളൂ. ഇപ്പൊ എന്തായി? ഇപ്പൊ 2 ദിവസമായിട്ട് യൂട്ടേൺ അടിക്കുക. വിടൂല. എന്തൊക്കെ നിങ്ങൾ കാട്ടിക്കൂട്ടി? എന്താ നിങ്ങൾ ആർമാദിക്കരുന്നല്ലേ?
നിങ്ങൾ എന്തൊക്കെ ആഘോഷിച്ച് അപ്പൊ 2 ദിവസമായിട്ട് യൂട്ടേൺ അടിക്കണം. ഇവിടെ മൊത്തം നിങ്ങൾ യൂട്ടേൺ അടിക്കണം. നിങ്ങൾ പറഞ്ഞത് മാറ്റി പറയാം, പിന്നെ ഇങ്ങോട്ട് പറയാം, പിന്നെ അങ്ങോട്ട് പറയാം. ഇതിപ്പോ എന്റെ ഷെയ്ഖ് നിങ്ങൾ പറഞ്ഞതിനെതിരെ യൂട്ടേൺ അടിച്ച് പറഞ്ഞതാണ് നമ്മൾ അവിടെ കേൾപ്പിച്ചത് അല്ലേ? ഇനിയിപ്പോ എന്റെ പറഞ്ഞതിന്റെ കോലപ്പം എന്താ അജ്ജന്നെ ഇവിടെ പറയുന്നുണ്ട്. അത് ഏതായാലും നമുക്കൊന്ന് കേട്ടോക്കാം. തനി ഗുണ്ടായിസം നമ്മളോട് നമ്മളെ മശായിഖ് പറഞ്ഞല്ലോ, എന്തേ പറഞ്ഞു? അവരവരെ സ്വഭാവം കാണിച്ച് പണ്ട് അമ്പൂരി പറഞ്ഞ മാതിരി അവൻ തിന്നുന്നത് അവൻ പറയുന്നു, നാം തിന്നുന്നത് നാം പറയുന്നു എന്ന് പറഞ്ഞ മാതിരി ഓന്റെ സംസ്കാരം അവൻ കാണിച്ചു. അത് വിട്ടേക്കും മക്കളെ എന്ന് പറഞ്ഞു. നമ്മളും ഉണ്ടില്ല. അപ്പൊ ഉജ്ജി പറഞ്ഞോക്കാൻ എന്റെ സംസ്കാരമാണ് അല്ലേ? എന്നാ കുഞ്ഞാമതെ ശരിട്ടാ.